എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഇച്ചിഗോൺ ടീം അവരാണെങ്കിൽ ഇപ്പോൾ റുക്കിയെ കണ്ടെത്താനായിട്ട് ആ ഒരു ഭാഗം അവിടെ മുഴുവൻ കയറി ഇറങ്ങി പരിശോധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ റുക്കിയെ മാത്രം അവർക്ക് കണ്ടെത്താനാവില്ല. അപ്പോഴാണെങ്കിൽ ഒരുപാട് ഹോലോസ് നമ്മുടെ ആൾക്കാർ റൗണ്ട് ചെയ്യും. അവരാണെങ്കിൽ ആ ഹോലോസിനെ അറ്റാക്ക് ചെയ്യുന്ന അതേ സമയം മോനോസ് അവറ്റകളാണെങ്കിൽ അവിടേക്ക് വന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അവറ്റകൾ അറ്റാക്ക് ചെയ്യുന്ന ഗ്യാപ്പിൽ ആ ഹോലോസ് അവറ്റകളാണെങ്കിൽ ആ ഹോലോ കുഞ്ഞിപ്പെണ്ണിന്റെ ബ്രദേഴ്സിനെ അവരെ തൂക്കിയെടുത്ത് അവിടുന്ന് കടന്നു പോകും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അവറ്റകളെ എങ്ങനെ രക്ഷിക്കണം, പ്രൊട്ടക്ട് ചെയ്യണം എന്നൊന്നും അറിയാതെ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. നാമോസ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ അച്ചറം പൊച്ചറം അറ്റാക്ക് ചെയ്യും. അതിൽ ഹീറോ ആണെങ്കിൽ അവന്റെ ആൾക്കാരുമായി ഇപ്പോ ആ ഒരു ജീവിയുടെ മുതുകിലേക്ക് കയറുകയാണ്. കാരണം ആ ജീവിയെ കൊണ്ട് ആ കുഞ്ഞിപ്പെണ്ണ് ഹോളോയെയും അതിന്റെ സിബ്ലിങ്സിനെയും സെൻസ് ചെയ്യാനായിട്ട് കഴിയും. അടുത്ത നിമിഷം അവര് ആ ഒരു ആനിമൽ ആണെങ്കിൽ അവളുടെ പവർ സെൻസ് ചെയ്ത് അവരുടെ പിന്നാലെ പോകും. മറ്റൊരു ഭാഗത്താണെങ്കിൽ ആ ഹോലോ പെൺകുട്ടിയെയും അവളുടെ ബ്രദേഴ്സിനെയും ഒരു പ്രത്യേക ബേസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെയുള്ള ആണെങ്കിൽ അവരെ ചെക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. മാത്രമല്ല അവറ്റകളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ആ ഹോലോസിന്റെ എല്ലാം തന്നെ ടീം ക്യാപ്റ്റൻ അവർക്കിപ്പോ ഓരോരോ നിർദ്ദേശങ്ങൾ കൊടുക്കും. ഇത്രയും വേഗം ആ ഇൻക്ലൂഡേഴ്സിനെ അവരെ കണ്ടെത്തണം, അല്ലെങ്കിൽ മാസ്റ്റർ ഐസൺ നമ്മളെ എല്ലാവരെയും പണിഷ് ചെയ്യും. അത് കേട്ട് അവരുടെ ടെൻഷൻ അത് കൂടുകയാണ്. കാരണം ഐസനെ കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം. അതേസമയം മറ്റൊരു ഭാഗത്ത് റുക്കിയയും ആ ക്രീച്ചറും അവർ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് അത് സ്റ്റോപ്പ് ആവുകയാണ്. റുക്കിയാണെങ്കിൽ വീണ്ടും അതിനോട് ചോദിക്കും, നിങ്ങൾ ആരാണ്, എന്തിനാണ് എന്നോട് ഫൈറ്റ് ചെയ്യുന്നത്? അതിനാണെങ്കിൽ ആ ക്രീച്ചർ അതിന്റെ പേര് പറഞ്ഞ് റുക്കിയോട് പറയും, ഒരു കാരണവശാലും സോൾ റിപ്പേഴ്സ് ഇവിടേക്ക് വരാൻ പാടില്ല. ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ ആപത്തുണ്ടാവും. അത് കേൾക്കുമ്പോൾ തന്നെ റുക്കിക്ക് മനസ്സിലാവും ആ ഒരു സോൾ റിപ്പർ അവളുടെ പവർ അത് ടെസ്റ്റ് ചെയ്തതാണ്. അല്ലാതെ അവളുടെ ദേഹത്ത് പരിക്ക് പറ്റിക്കണമെന്നോ അവൾ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കണമെന്നോ അതിനാഗ്രഹമില്ല. റുക്കിയാണെങ്കിൽ ഇപ്പൊ ഹോലോയോട് നടന്ന എല്ലാ കാര്യങ്ങളും പറയും. അതിനുശേഷം ഇച്ചിഗോൺ ടീമിന്റെ അടുത്തേക്ക് ഇപ്പൊ സോൾ റീപ്പറിനോട് സഹായം ചോദിക്കുകയാണ്. അതിനാ സോൾ റീപ്പറും സഹായിക്കാമെന്ന് പറഞ്ഞ് റുക്കിയുമായിട്ട് ഇച്ചിഗോയും ഗ്യാങ്ങും മുൻപുണ്ടായിരുന്ന സ്ഥലത്തേക്ക് വരും. പക്ഷെ അവിടെയാണെങ്കിൽ ഇച്ചിഗോയും ടീമിനെ കാണാനില്ല. എന്തു ചെയ്യും, എങ്ങനെ അവരെ കണ്ടെത്തുമെന്ന് അറിയാതെ അവളാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അടുത്ത നിമിഷം ഒരു ജയന്റ് ഹോലോ റുക്കിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിയാവും. അവള് സോൾ റീപ്പറിനോട് നമ്മളെങ്ങനെ ഈ ഹോളോടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും ചോദിക്കും. അതിന് ആ സോൾ റീപ്പർ പറയും, നമ്മൾ രണ്ടുപേരും നമ്മുടെ പവർ കമ്പൈൻ ചെയ്ത് അതിനെ അറ്റാക്ക് ചെയ്യണം. ഒരു കാരണവശാലും നമ്മൾ പേടിച്ച് തിരിഞ്ഞോടാൻ പാടില്ല. പക്ഷെ ആ ഹോലോ ആണെങ്കിൽ കാണുമ്പോൾ തന്നെ വളരെ പവർഫുള്ളുമാണ്. അത് റുക്കിയെയും സോൾ റീപ്പറിനെയും നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനാണെങ്കിൽ ആ സോൾ റീപ്പർ അവനവന്റെ സ്ക്വാഡ് എടുത്ത് കറങ്ങി വന്ന് ആ ജയന്റ് ഹോളോയെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യും. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ആ ഒരു ഹോലോ അതാണെങ്കിൽ മാനോസിനെ അവിടേക്ക് കൊണ്ടുവരാണ്. ആ ജയന്റ് ഹോലോ ആണെങ്കിൽ ഒരു കൂട്ടം മാനോസിനെ കൺട്രോൾ ചെയ്ത് ഒക്കെയും ആ സോൾ റിപ്പറിന് നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ആ മോനോസ് അറ്റാക്ക് ചെയ്യുന്നത് കണ്ട് ആ ജയന്റ് ഹോളോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവന് വേണ്ടത് ഒരല്പസമയമാണ്. അതിപ്പോ അവന് ധാരാളമായിട്ട് കിട്ടി. പക്ഷെ നമ്മുടെ സോൾ റീപ്പർ ക്രീച്ചർ അവൻ നിസ്സാരക്കാരനല്ല. അവൻ അങ്ങനെ കറങ്ങി വന്ന് ആ മോനോസിനെ മുഴുവനും അഞ്ഞു വെട്ടി സെക്കൻഡുകൾ കൊണ്ട് അവറ്റകളെ തകർത്ത് താഴെയിടും. റുക്കിയൊക്കെയാണെങ്കിൽ ഭയങ്കരമായിട്ട് സമാധാനാവും. അതിനാ സോൾ റീപ്പർ പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനും സോൾ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു സോൾ റീപ്പറാണ്. വർഷങ്ങൾക്ക് മുൻപ് ഒരു മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പക്ഷേ ഇവിടെ എത്തിയതിനു ശേഷം ഈ ഹോലോസിന്റെ ചേഞ്ച് അത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ആദ്യം ഇവർ വെറും മോൺസ്റ്റേഴ്സ് മാത്രമായിരുന്നു. പക്ഷെ പിന്നീട് ഇവരുടെ പവർ, എബിലിറ്റി, രൂപം അതെല്ലാം തന്നെ നല്ല രീതിയിൽ ചേഞ്ചായി. അവർ കംപ്ലീറ്റ് ആയിട്ട് അപ്ഡേറ്റഡ് ആയി. സാധാരണ ഹ്യൂമനെ പോലെയും സോൾ റീപ്പറിനെ പോലെയൊക്കെ ഇവറ്റുകൾക്കും ചിന്തിക്കാനുള്ള കഴിവ് കിട്ടി. അതുപയോഗിച്ച് ഇവർ ഒരുപാട് പ്ലാനുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് പേരെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് വരുന്നത് അത് അപകടമാണെന്ന് ഞാൻ പറഞ്ഞത്. ഇവരുടെ ഇത്രയും വലിയ ചേഞ്ചിന് കാരണക്കാരൻ ആരാണെന്ന് എനിക്കിപ്പോഴും പൂർണ്ണമായിട്ട് ബോധ്യമായിട്ടില്ല. ചില ഗസ്സുകൾ അതെനിക്കുണ്ട്. ആ സോൾ റീപ്പർ ആണെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ റുക്കിയയ്ക്ക് ഐസനെ കുറിച്ച് ഓർമ്മ വരും. ഇതിനെല്ലാം കാരണക്കാരൻ ഐസൻ ആണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അവൾ അവസാനമായിട്ട് കഴുത്തിൽ പിടിച്ച് ഞെരിച്ച് ഉയർത്തിപ്പിടിച്ചതൊക്കെ അവൾ ആലോചിക്കും. റുക്കിയാണെങ്കിൽ ഇപ്പൊ നടന്ന എല്ലാ കാര്യങ്ങളും ആ സോൾ റീപ്പറിനോട് പറയാണ്. ആക്ച്വലി ഇപ്പൊ ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നത്തിന്റെയും ഏക കാരണക്കാരൻ സാക്ഷാൽ ഐസൻ ആണ്. ഐസൻ സോൾ സൊസൈറ്റിയിലെ ഒരു ക്യാപ്റ്റനാണ്. അവൻ സോൾ സൊസൈറ്റി വിഡ്രോ ചെയ്ത് ഈ ഹോളോ വേൾഡിലേക്ക് വന്നു. ഈ ഹോളോസിന്റെ കിങ് ആവാനും സൊസൈറ്റിയെയും ഹ്യൂമൻ വേൾഡിനെയും എല്ലാം തന്നെ അവന്റെ വിരൽത്തുമ്പിലാക്കാനാണ് അവനിതെല്ലാം ചെയ്യുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഹോളോസിനെ എല്ലാം തന്നെ ഒരുപാട് എക്സ്പെരിമെന്റിലൂടെ കടത്തിവിട്ട് അവൻ കൂടുതൽ പവർഫുൾ ആക്കി അവരെ ക്രൂക്കഡായി ചിന്താശേഷിയുള്ളവരാക്കി മാറ്റിയെടുത്തു. അങ്ങനെയാണ് ഇതെല്ലാം തന്നെ ഇപ്രകാരം
തലകീഴായി മറിഞ്ഞത്. ആ സോൾ റീപ്പർ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ടെൻഷനാവും. അവന്റെ മുഖത്തുണ്ടായിരുന്ന മാസ്ക് അതഴിച്ച് റുക്കിയോട് പറയും, വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സോൾ സൊസൈറ്റിയിൽ നിന്ന് ഈ ഹോലോ വേൾഡിലേക്ക് വന്നതാണ്. ഈ മാസ്ക് ഒക്കെ വെച്ച് ഹോലോസിനെ പോലെ ഞാനിവിടെ വർഷങ്ങളായിട്ട് പിടിച്ചു നിൽക്കുകയായിരുന്നു. എന്നെ കൊണ്ട് പറ്റും പോലെ ഇവിടെ നിന്ന് തന്നെ ഒരുപാട് ഹോലോസിനെ ഞാൻ നശിപ്പിച്ചു. വേൾഡിലേക്കുള്ള ഹോലോസിന്റെ ഒഴുക്ക് അത് നിർത്തുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷേ ഇപ്പൊ എന്നെ കൊണ്ട് ഇതൊന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. കാരണം ഹോലോസിന്റെ പവർ അത് കൂടി വരികയാണ്. അവര് നമ്മളെ കഴിഞ്ഞ് തന്ത്രപരമായിട്ട് ചിന്തിക്കാനും മൂവ് ചെയ്യാനും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത് അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ ഫ്ലാഷ് ബാക്ക് പറയും. ഫ്ലാഷ് ബാക്കിൽ അവനും അവന്റെ സോൾ റീപ്പർ ടീംസും അവരെല്ലാവരും ചേർന്ന് ഹോലോസിനെ അറ്റാക്ക് ചെയ്യാണ്. ആ ഹോലോസ് ആണെങ്കിൽ ഹ്യൂമൻ വേൾഡിലേക്ക് അൺലിമിറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവരെ കൊണ്ട് ഒരു പരിധി കഴിയുമ്പോൾ ഹോലോസിന്റെ ഒഴുക്ക് അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. വലിയൊരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് അവറ്റകൾ അതുവഴി ഹ്യൂമൻ വേൾഡിലേക്ക് പോകും. അത് കണ്ട സോൾ റീപ്പറും അവന്റെ ടീംസും അവരാണെങ്കിൽ ആ ഒരു പോർട്ടൽ വഴി ഹോളോ വേൾഡിലേക്ക് വരും. ആക്ച്വലി അവർ ചെയ്ത ഒരു വലിയ മിസ്റ്റേക്ക് അതും അത് തന്നെയായിരുന്നു. അവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത അത്രയും കൗണ്ട് ഹോലോസ് ആ വേൾഡിൽ ഉണ്ടായിരുന്നു. അവറ്റകളെല്ലാം ചേർന്ന് ആ സോൾ റീപ്പറിനെയും അവന്റെ ഫ്രണ്ട്സിനെയും വളഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഒരുപാട് നേരത്തെ വലിയ പോരാട്ടത്തിനൊടുവിൽ ആ സോൾ റീപ്പറിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചു വീഴുകയാണ്. അവൻ മാത്രമായിരിക്കും ബാക്കിയായിട്ടുണ്ടാവുക. മരിച്ചവർക്കിടയിൽ ഞാൻ എൻ്റെ വൈഫിനെ അന്വേഷിച്ചു. അവളുടെ ബോഡിയും അതെനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. സോ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും വൈഫിൻ്റെയും എല്ലാം തന്നെ ബോഡികൾ കളക്ട് ചെയ്ത് ഇവിടെ തന്നെ ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഞാൻ അടക്കം ചെയ്തു. പിന്നീട് ഈ ഹോളോ മാസ്കിന്റെ സഹായത്താൽ ഒരു ഹോളോയായി ഞാനും ഇവരോടൊപ്പം കൂടി. കട്ട് ചെയ്ത റുഖിയാണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് റുഖിയ അവൾ ഇവിടെ പെട്ട് കിടക്കുകയാണ്. ഇസന്റെ മാൻഷനിലാണ് അവൾ ഉള്ളത്. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇവിടേക്ക് വന്നത് അവളെ പ്രൊട്ടക്ട് ചെയ്ത് തിരികെ കൊണ്ടുപോകാനാണ്. ആ സോൾ റീപ്പർ ആണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. കാരണം അവന് നന്നായിട്ട് അറിയാം ആ ഒരു പാലസ് അത് ഭയങ്കര ഡേഞ്ചറാണ്. അവിടേക്ക് പോയാൽ ജീവനോടുകൂടെ തിരികെ വരാനാവില്ല. അത്രയും പവർഫുള്ളായ ഒരുപാട് ഹോലോസ് അവിടെ ഉണ്ട്. അവിടേക്ക് പോയാൽ തീർച്ചയായിട്ടും ജീവൻ ബാക്കി ഉണ്ടാവില്ല. പക്ഷെ റുക്കിയുടെ നിസ്സഹായ അവസ്ഥ അത് കാണുമ്പോൾ അവന് അവളെ സഹായിക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ അവർ രണ്ടുപേരും ഐസന്റെ പാലസ് അത് ലക്ഷ്യമാക്കി പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ സ്നേ വിത്ത് മല്ലു എപ്പിസോഡ്.